ഹായ് ഫ്രണ്ട്സ്, തിങ്സ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി വെച്ചിട്ട് ഇന്ന് കുറച്ച് എക്സാമ്പിൾസ് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് എക്സാമ്പിൾ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിങ്ങൾ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സെൻറ്റൻസിൻ്റെ ഫസ്റ്റിൽ ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയെ വെച്ച് കൊടുത്തു. നമ്മൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ വേർഡായ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയെ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിൽ കൊടുന്ന് വെക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് പ്രണയം ടെക്നിക്കായ കോഡിന് മുമ്പിലാണ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയെ കൊടുന്ന് വെച്ചത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിങ്ങൾ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ അതിന് മറുപടി പറയാണ്, ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ചപ്പാത്തി. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മറുപടി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. നെക്സ്റ്റ് എക്സാമ്പിൾ, വെൻ ക്യാൻ യു കോൾ മീ? വെൻ ക്യാൻ യു കോൾ മീ? നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ വിളിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ വിളിക്കാൻ കഴിയുക? ഇവിടെ ശ്രദ്ധിച്ചോ, കഴിവ് ടെക്നിക്കിന് മുമ്പിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയെ വെച്ചു, അതായത് വെന്നായ ക്വസ്റ്റ്യൻ വേർഡിനെ അവിടെ വെച്ച് കൊടുത്തു. അതിന് അനുയോജ്യമായ മറുപടിയായിട്ട് പറയാണ്, ഐ ക്യാൻ കോൾ യു അറ്റ് 5 PM. ഐ ക്യാൻ കോൾ യു അറ്റ് 5 PM. എനിക്ക് നിന്നെ 5 മണിക്ക് വിളിക്കാൻ പറ്റും. എനിക്ക് നിന്നെ 5 മണിക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൗ ലോങ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഹിയർ? എത്ര കാലം നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ ശ്രദ്ധിച്ചോ, പ്രണയം ടെക്നിക്കിന് മുമ്പിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയായ ഹൗ ലോങ് എന്ന ക്വസ്റ്റ്യൻ വേർഡിനെ വെച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആൻസർ കൊടുക്കുകയാണ്, ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ 2 weeks. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ 2 weeks. ഞാൻ ഇവിടെ 2 ആഴ്ച സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അതായത് താഴെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകളുടെ കൂടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ എന്തായാലും ഒരു പേര് കാണും. നമ്മൾക്ക് ഇത് പെട്ടെന്ന് മൈൻഡിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരൊന്ന് മാറ്റാം. നമ്മൾക്ക് അതിൻ്റെ ഒരു പേര് കൊടുക്കാം, ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി വിത്ത് സെക്രട്ടറി. പ്രധാനമന്ത്രിയുടെ കൂടെ സെക്രട്ടറി. നമ്മൾക്ക് ഇനി ആ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ അല്ലെങ്കിൽ ആ 4 ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ഏതൊക്കെയെന്ന് നോക്കാം. 1 വിച്ച്, 2 ഹൗ മച്ച്, 3 ഹൗ മെനി, 4 ഹൂസ്. ഈ 4 ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ഇവയുടെ കൂടെ എന്തായാലും സെക്രട്ടറി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ വേർഡ്സുകളുടെ കൂടെ എന്തായാലും ഒരു പേര് കാണും. അത് നമ്മൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എക്സാമ്പിൾ, വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക് ടു റീഡ്? വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക് ടു റീഡ്? ഏത് ബുക്കാണ് നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്? ഏത് ബുക്കാണ് നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോ, വിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു നെയിം കണ്ടോ, ബുക്ക്. അതാണ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി. ബുക്കാണ് ഇവിടെ സെക്രട്ടറി, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ വിച്ച് വുഡ് യു ലൈക്ക് ടു റീഡ് ബുക്ക് എന്ന് കൊടുക്കാൻ പറ്റുമോ? അത് തെറ്റാണ്. ശരിയായ രീതി വിച്ച് ബുക്ക് വുഡ് യു ലൈക്ക് ടു റീഡ്. അതിന് മറുപടിയായിട്ട് ആൻസർ കൊടുക്കുകയാണ്, ഐ വുഡ് ലൈക്ക് ടു റീഡ് ഫ്ലുവൻസി ബിൽഡർ. ഞാൻ ഫ്ലുവൻസി ബിൽഡർ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വിച്ചിൻ്റെ മറ്റൊരു എക്സാമ്പിൾ പരിശോധിക്കാം. വിച്ച് പ്ലേസ് വുഡ് യു ലൈക്ക് ടു വിസിറ്റ്? നിങ്ങൾ ഏത് സ്ഥലമാണ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോ, പ്ലേസാണ് അവിടെ സെക്രട്ടറി, വിച്ച് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി. ഇവിടെ നമ്മൾക്ക് വിച്ച് വുഡ് യു ലൈക്ക് ടു വിസിറ്റ് പ്ലേസ് എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, അത് തെറ്റാണ്. ഇവിടെ ശരിയായി കൊടുക്കേണ്ടത് വിച്ച് പ്ലേസ് വുഡ് യു ലൈക്ക് ടു വിസിറ്റ്. ഇവിടെ പ്ലേസ് ആയ സെക്രട്ടറി അവിടെ എന്തായാലും വരണം. നെക്സ്റ്റ് എക്സാമ്പിൾ, വിച്ച് സോങ് വുഡ് യു ലൈക്ക് ടു ലിസൺ? നിങ്ങൾ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോ, സെക്രട്ടറി ആയിട്ട് സോങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഫുഡ് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിങ്ങൾ ഏത് ഫുഡാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? നേരെ മറിച്ച് വിച്ച് വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഫുഡ് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞതിന് ശേഷം അവിടെ സെക്രട്ടറി വരണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പേര് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ മച്ച് ആൻഡ് ഹൗ മെനി. ഹൗ മച്ചും ഹൗ മെനിയുടെ അർത്ഥം സെയിം അല്ലേ? എത്ര എന്നുള്ള മീനിങ് അല്ല അതിനുള്ളത്. ആദ്യം അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹൗ മച്ച് എവിടെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ സ്വഭാവം ഉള്ളതിൻ്റെ കൂടെയാണ് ഹൗ മച്ച് ഉപയോഗിക്കുക. വെള്ളത്തിൻ്റെ സ്വഭാവം എങ്ങനെ? നമുക്ക് വെള്ളം എണ്ണാൻ പറ്റുമോ? ഒരു വെള്ളം, രണ്ട് വെള്ളം, മൂന്ന് വെള്ളം അങ്ങനെ എണ്ണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എണ്ണാൻ പറ്റും. എങ്ങനെ? യൂണിറ്റ് ഉണ്ടെങ്കിൽ. ലിറ്റർ, അതായത് 1 ലിറ്റർ, 2 ലിറ്റർ, അല്ലെങ്കിൽ ഒരു ബക്കറ്റ്, 2 ബക്കറ്റ്, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ, 2 ബോട്ടിൽ എന്നുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് എണ്ണാം. പക്ഷേ യൂണിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തെ എണ്ണാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഹൗ മച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഹൗ മച്ച് എവിടെ ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൗ മെനി എവിടെ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഹൗ മെനി എവിടെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെയാണ് ഹൗ മെനി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് കാറ്, ബൈക്ക്, നോട്ട്ബുക്ക്, പെന്ന്, പെൻസിൽ അങ്ങനത്തെ എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെ ആണ് ഹൗ മെനി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഹൗ മച്ചും ഹൗ മെനിയും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ കോഡ് പറഞ്ഞു തരാം. നമ്മുടെ മൂക്കിലോട്ട് വെള്ളം കയറാറില്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ തുമ്പാറുണ്ട്. തുമ്പുമ്പോൾ എന്ത് സൗണ്ടാണ് ഉണ്ടാക്കാറുള്ളത്? എന്ന സൗണ്ടല്ലേ ഉണ്ടാക്കാറുള്ളത്? ആണ്. അപ്പോൾ ഹൗ മച്ചിലാണോ ഹൗ മെനിയിലാണോ എന്ന സൗണ്ട് ഉള്ളത്? ഹൗ മച്ചിലാണ്. അപ്പോൾ നമുക്ക് നേരെ ഹൗ മച്ചിന് നേരെ വെള്ളത്തിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൗ മച്ചിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൗ മച്ച് വാട്ടർ വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? ഹൗ മച്ച് വാട്ടർ വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? നിങ്ങൾ എത്ര വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നു? അവിടെ ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിക്ക് ശേഷം അവിടെ ഒരു പേര് വന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി വന്നു, അതായത് വാട്ടർ വന്നു അവിടെ. അതുപോലെ തന്നെ അവിടെ വെള്ളത്തിൻ്റെ കൂടെ യൂണിറ്റ് കൊടുത്തോ? ഇല്ല. അതുകൊണ്ടാണ് ഹൗ മച്ച് അവിടെ വന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മറുപടി കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് 8 glasses ഓഫ് വാട്ടർ. ഞാൻ 8 ഗ്ലാസ് വാട്ടർ കുടിക്കാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൗ മച്ച് പെട്രോൾ വുഡ് യു ലൈക്ക് ടു ഫിൽ ഇൻ ദിസ് കാർ? എത്ര പെട്രോളാണ് ഈ കാറിൽ ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പെട്രോൾ എന്നുള്ളതാണ് ഇവിടെ പേര്, അല്ലെങ്കിൽ സെക്രട്ടറി. അതുപോലെ തന്നെ പെട്രോൾ എന്നുള്ളത് വെള്ളത്തിൻ്റെ സ്വഭാവമാണ്. അവിടെ അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഹൗ മച്ച് ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് പരിചയപ്പെടാം. ഹൗ മെനി. ഹൗ മെനി എവിടെ ഉപയോഗിക്കുക എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചുവല്ലോ. അതായത് എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെയാണ് ഹൗ മെനി ഉപയോഗിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൗ മെനി കാർ വുഡ് യു ലൈക്ക് ടു ബൈ? നിങ്ങൾ എത്ര കാറാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ കാറാണ് അവിടെ ഒരു പേരായിട്ടുള്ളത്, അല്ലെങ്കിൽ സെക്രട്ടറി. ഹൗ മെനി ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി. ഇവിടെ കാർ നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ. 1 കാറ്, 2 കാറ്, 3 കാറ് എന്ന് എണ്ണാൻ പറ്റും. അപ്പോൾ അവിടെ ഹൗ മെനി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുക്കുകയാണ് ഐ വുഡ് ലൈക്ക് ടു ബൈ 1 കാർ.
ഐ വുഡ് ലൈക്ക് ടു ബൈ വൺ കാർ. ഞാൻ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൗ മെനി പെൻ വുഡ് യു ലൈക്ക് ടു ബൈ? ഹൗ മെനി പെൻ വുഡ് യു ലൈക്ക് ടു ബൈ? നിങ്ങൾ എത്ര പെൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എത്ര പെൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു? ഇവിടെ പെന്നാണ് ഇവിടെ ഒരു നൗണായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ സെക്രട്ടറി എന്ന് വിളിക്കാം. ഇവിടെ ഹൗ മെനി എത്ര, അവിടെ പെന്ന് എണ്ണാൻ പറ്റുമല്ലോ. ഒരു പെന്ന്, രണ്ട് പെന്ന്, മൂന്ന് പെന്ന് എന്ന് എണ്ണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഹൗ മെനി അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത വേർഡ് പരിചയപ്പെടാം, ഹൂസ്. അതിൻ്റെ മീനിങ് ആരുടെ എന്നാണ്. നമുക്ക് ഒരു സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം. ഹൂസ് സ്പീച്ച് വുഡ് യു ലൈക്ക് ടു ലിസൺ ടു? ആരുടെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ഏതാ? ഹൂസ്. അതിനുശേഷം സെക്രട്ടറി ആയ സ്പീച്ച് വന്നു, അതായത് ഒരു നൗണ് വന്നു, അതായത് സ്പീച്ച്. ഹൂസ് സ്പീച്ച് വുഡ് യു ലൈക്ക് ടു ലിസൺ ടു? ഇനി അടുത്ത എക്സാമ്പിൾ പരിശോധിക്കാം. ഹൂസ് സിനിമ വുഡ് യു ലൈക്ക് ടു വാച്ച്? നിങ്ങൾ ആരുടെ സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ശ്രദ്ധിച്ചോ, ഹൂസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി, അതിൻ്റെ കൂടെ സെക്രട്ടറി വന്നു, സിനിമയാണ് അവിടുത്തെ സെക്രട്ടറി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, ഹൂസ് ക്ലാസ് വുഡ് യു ലൈക്ക് ടു അറ്റൻഡ്? നിങ്ങൾ ആരുടെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ക്ലാസ് ആണ് ഇവിടെ ഒരു നൗണായിട്ട് വന്നിട്ടുള്ളത്. ഹൂസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി, അതിന് ശേഷം സെക്രട്ടറി, അതായത് ക്ലാസ് വന്നു, അതായത് ഒരു നൗണ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഒന്ന് റിവൈസ് അടിച്ച് നോക്കാം. അതായത് 4 ക്വസ്റ്റ്യൻ വേർഡ്സുകളുണ്ട്. അതിൻ്റെ കൂടെ എന്തായാലും ഒരു പേര് കാണും. ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച്, ഹൗ മച്ച്, ഹൗ മെനി, ഹൂസ്. നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരൊന്ന് മാറ്റാം. ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി വിത്ത് സെക്രട്ടറി. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഭാവിയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു കോഡുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.